വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി കേശവൻ നമ്പൂതിരി. അഴലിന്ന് മൃഗാദിജന്തുവിൽ പഴുതേറിയിടിലുമെത്തിയാൽ ദ്രുതം കഴിയാമത് മാനഹേതുവാൽ ഒഴിയാതാർത്തി മനുഷ്യനേ വരൂ. ഇത് മഹാകവി കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഇന്ന് ഈ വരികൾക്കുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അഴലിന്ന് മൃഗാദിജന്തുവിൽ പഴുതേറിയിടിലും എത്തിയാൽ ദ്രുതം കഴിയാമത്. പലവിധത്തിലുള്ള ദുഃഖം മൃഗാദി ജന്തുക്കൾക്കൊക്കെയുണ്ട്. അത് പക്ഷേ പെട്ടെന്നില്ലാതാവുകയും ചെയ്യും. എന്നാൽ മനുഷ്യനോ? മാനഹേതുവാൽ ഒഴിയാതാർത്തി മനുഷ്യനേ വരൂ. അഭിമാനബോധം കൊണ്ട് മറ്റുള്ളവർ അപമാനിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ വിഷമമാകും. അത് പകയായി മനസ്സിൽ സൂക്ഷിക്കും. ഈ പക മൂത്ത് പിന്നീട് പലതും ചെയ്യും. ഇത് പലതരത്തിലുള്ള ദുഃഖത്തിനും കാരണമായിത്തീരും. എന്നാൽ മൃഗങ്ങളോ? നമ്മൾ മൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ പലതരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. നായയോ പശുവോ ഒക്കെ പ്രവേശിക്കാതിരിക്കാൻ വേലി കെട്ടും. എന്നാൽ നമ്മളിങ്ങനെ ചെയ്തുവെന്നോർത്ത് അവ സങ്കടപ്പെടാറോ പക സൂക്ഷിക്കുകയോ ചെയ്യാറില്ല. പിന്നീടത് അവസരം കിട്ടിയാൽ വേലി കടക്കാൻ ശ്രമിക്കും. അവ ദുഃഖം കണക്കാക്കാതെ പരിഹാരമുണ്ടോ എന്ന് അന്വേഷിക്കും. എന്നാൽ മനുഷ്യർ അങ്ങനെ ചെയ്യില്ല. മനുഷ്യർ ജീവിതത്തിൽ അപമാനം, ദുഃഖം എന്നിവയിൽ നീറി പ്രതികാരം ചെയ്യാൻ ശ്രമിക്കും. മനുഷ്യർ മാത്രമല്ല, രാജ്യങ്ങൾ തമ്മിൽ പോലും യുദ്ധമുണ്ടാകാൻ ഈ പക കാരണമാകാറുണ്ട്. അസൂയയും ആക്രമണചിന്തയുമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുക എന്നത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇത് മാറ്റിയില്ലെങ്കിൽ ദുഃഖത്തിന് കാരണമാകും. വർത്തമാനകാലത്തിൽ ജീവിക്കൂ എന്നാണ് പറയാറുള്ളത്. നമ്മൾ ഭൂതകാലത്തിലാണ് പലപ്പോഴും ജീവിക്കുന്നത്. സംഭവിച്ച കാര്യങ്ങൾ ആലോചിച്ച് അതിൽ മനസ്സു നീറി കാലം കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് ശരിയല്ല. കഴിഞ്ഞതിനെ മറക്കണം, വർത്തമാനകാലത്തിൽ ജീവിക്കണം എന്നതാണ് ഈ വരികളുടെ ആശയം. മൃഗങ്ങൾക്കും ദുഃഖം വരുന്നു, അവരത് മറക്കുന്നു, പ്രതിവിധി ചെയ്യുന്നു, മറ്റു മാർഗങ്ങൾ ആലോചിക്കുന്നു. എല്ലാ അപമാനങ്ങളും സഹിച്ച് ജീവിക്കണമെന്നല്ല ഇതിനർത്ഥം. വരുന്ന ദുഃഖങ്ങളെ മാത്രം ചിന്തിച്ച് വ്യസനിച്ച് കഴിയുകയല്ല വേണ്ടത്. മുന്നോട്ട് നീങ്ങാൻ എന്താണ് പോസിറ്റീവായിട്ടുള്ള മാർഗം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് ചുരുക്കം. മഹാഭാരത യുദ്ധം ഉണ്ടാവാൻ ഇടയായ ഒരു കാരണം പാഞ്ചാലി ദുര്യോധനനെ കളിയാക്കി ചിരിച്ചു എന്നുള്ളതായിരുന്നു. സന്ദർഭം ഇങ്ങനെയാണ്. രാജസൂയയാഗം കഴിഞ്ഞ് ധർമ്മപുത്രരോട് യാത്ര പറയാൻ വന്നതായിരുന്നു ദുര്യോധനാദികൾ. മയം നിർമ്മിച്ച ആ സഭ വെള്ളമുള്ളിടത്ത് ഇല്ല എന്നും ഇല്ലാത്തിടത്ത് ഉണ്ട് എന്നും തോന്നുന്ന സവിശേഷതയോട് കൂടിയതായിരുന്നു. അതുകൊണ്ട് ദുര്യോധനൻ വെള്ളമില്ലാത്തിടത്ത് അസ്ത്രം ഉയർത്തിയും വെള്ളം ഉള്ളിടത്ത് അതില്ലാതെയും നടന്നു. വെള്ളത്തിൽ വീണു. ഇതുകണ്ട് എല്ലാവരും ചിരിച്ചു, കൂട്ടത്തിൽ പാഞ്ചാലിയും. ഇത് ദുര്യോധനെ ചൊടിപ്പിച്ചു. അപമാനഭാരത്താൽ അന്ന് ദുര്യോധനൻ തീരുമാനിച്ചു പാണ്ഡവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പകരം വീട്ടണമെന്ന്. അങ്ങനെ അതിഘോരമായ മഹാഭാരത യുദ്ധം നടന്നു. മാനഹേതുവാൽ ഒഴിയാതാർത്തി മനുഷ്യനേ വരൂ എന്ന് സാരം. സി കേശവൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.